എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഓടനും അവൻ്റെ ടീമും അവരാണെങ്കിൽ ഇപ്പോൾ കൈഡോയുടെ ടീമുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കൈഡോയുടെ ടീമിനാണെങ്കിൽ അവരുടെ പേടി കൂടും. കാരണം അവർ കരുതിയതുപോലെ ഓടനും അവൻ്റെ ടീമും ഒട്ടും നിസ്സാരക്കാരല്ല. അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഇപ്പോൾ കൈഡോയുടെ ഒരുപാട് സോൾജേഴ്സിനെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലോങ് ഷോട്ടിലായിട്ട് 2-3 പേരാണെങ്കിൽ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് ഓടനെ തകർക്കാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അടുത്ത നിമിഷം അവരുടെ എല്ലാ നെഞ്ചിൽ കത്തി അങ്ങനെ കുത്തി കയറുകയാണ്. കത്തി കുത്തി കയറ്റിയത് മറ്റാരുമല്ല, ഒരു പെൺകുട്ടി. അവളൊരു നിഞ്ച പെണ്ണാണ്. അവളാണെങ്കിൽ ഓടൻ്റെ അടുത്തേക്ക് വരും. ഓടൻ അവൾ ആരാണ് ചോദിക്കും. അതിന് അവൾ പറയും, ഞങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പപ്പയുടെ സോൾജേഴ്സാണ്. ഷോഗന്റെ സോൾജേഴ്സ് ആയിരുന്ന ഒരു നിഞ്ച ടീമിലെ മെമ്പറാണ് ഞാൻ. ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നവരെല്ലാവരും ആ ഒറോച്ചിയെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ടീമിലേക്ക് മാറി. പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ റെസ്പെക്ട് ചെയ്യുന്നതും ആരാധിക്കുന്നതും നിങ്ങളെയും നിങ്ങളുടെ പപ്പയുമാണ്. സോ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും വെറുപ്പിച്ച് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം കൂടിയിരിക്കുകയാണെന്ന് പറയും. ഓടനാണെങ്കിൽ അവളുടെ കൈ ചേർത്ത് പിടിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഐലാൻഡ് നമ്മൾ തിരികെ പിടിക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ടൊക്കിപ്പെണ്ണിനെ കാണിക്കും. അവളുടെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് ടെൻഷനുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഓടനും ടീമും അവർ ജയിച്ച് തിരികെ വരുമെന്ന് തന്നെയാണ് അവളുടെ പ്രതീക്ഷ. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ മൊമൻറ്റോസ്കിയും കുഞ്ഞിപ്പെണ്ണും അവർ രണ്ടുപേരും കളിച്ച് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കൈഡോ. അവനാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അങ്ങനെ ടെററായിട്ട് നിൽക്കും. കാരണം അവൻ്റെ ബറ്റാലിയൻ യൂണിറ്റിലെ ഒരു യൂണിറ്റിനെ മുഴുവനായിട്ടും നമ്മുടെ ആൾക്കാർ ഇല്ലാതാക്കി. കിങ്ങിനും ക്വീനും അത് കണ്ടാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവർ കരുതിയത് നമ്മുടെ ആൾക്കാർ വെറും 10-11 പേര് മാത്രമാണ്. അവരെ ഈസി ആയിട്ട് അവരുടെ സോൾജിയേഴ്സിനെ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ്. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം നമ്മൾ കളത്തിലിറങ്ങണമെന്ന് കിങ്ങും ക്വീനും ഒറ്റ സ്വരത്തിൽ പറയും. അതിന് കൈഡോ, ഞങ്ങളല്ല, ഞാനാണ് കളത്തിലിറങ്ങാനായിട്ട് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ്റെ ഡ്രാഗൺ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് അങ്ങനെ ഓടന ടീമിൻ്റെ അടുത്തേക്ക് പോവാണ്. കൈഡോ ഡ്രാഗൺ ആണെങ്കിൽ വലിയൊരു തീകോളം അതിപ്പോൾ ഓടനെ നോക്കി അയക്കുകയാണ്. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാം ആ കാഴ്ച കണ്ട് ഓരോ ഭാഗത്തേക്ക് ഓടും. പക്ഷെ ഓടന് മാത്രം യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിൽ ഓടൻ്റെ കാറ്റ് പോയിട്ടുണ്ടാവുമെന്ന് കരുതി പ്രതീക്ഷയോടുകൂടെ നോക്കി നിൽക്കും. പക്ഷേ ആ ഒരു തീയിൽ നിന്ന് ഒരു പോറിൽ പോലും ഏൽക്കാതെ ഓടനാണെങ്കിൽ ടെററായിട്ട് പുറത്തേക്ക് വരും. ഇടോ ആണെങ്കിൽ ഓടനെ വെല്ലുവിളിക്കുകയാണ്. ഓ, നിനക്കൊന്നും സംഭവിച്ചില്ല അല്ലേ? നിനക്ക് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടോ? ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്യാം. ആകെയുള്ളത് വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്ര ആളുകൾ മാത്രമാണ്. പക്ഷേ നീ ഇവിടേക്ക് നോക്ക്, എൻ്റെ സോൾജിയേഴ്സ് അവർ 10,000 കണക്കിനുണ്ട്. മാത്രമല്ല പവർഫുള്ളായ ക്വീൻ, നിഞ്ച ടീം അവരെല്ലാം എന്നോടൊപ്പം ഉള്ളതാണെന്ന് എന്നോടൊപ്പമാണ് ഉള്ളതെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പോൾ ഓടന് നേരെ വരികയാണ്. പക്ഷെ ഓടന ടീമും അവരാണെങ്കിൽ അതിലൊന്നും പതറാതെ മുൻപോട്ടേക്ക് വന്ന് ഇതുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ക്വീൻ ആണെങ്കിൽ ആ ഒരു അറ്റാക്കിൽ അങ്ങനെ ദൂരേക്ക് ബോൾ പോലെ തെറിച്ചു പോകും. ഓടനാണെങ്കിൽ ഇപ്പൊ കൈഡോടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അവൻ ആ ഒരു ഡ്രാഗന്റെ ഫോമിലായതുകൊണ്ട് തന്നെ ഓടനെ കൊണ്ട് അത്ര എളുപ്പത്തിൽ അവനെ തകർക്കാനാവില്ല. കൈഡോയുടെ ടെൻഡിക്കിൾസിൽ ഒന്നും തന്നെ ആക്രമിക്കാതെ അവന്റെ തലയ്ക്ക് നേരെ ഓടനാണെങ്കിൽ പാഞ്ഞടുക്കും. ഓടനാണെങ്കിൽ ക്ലോസ് എത്തേണ്ട താമസം കൈഡോ അവന്റെ ആ വാല് അതുപയോഗിച്ച് ഓടനെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റ അടി. ആ ഒരു അടിയിലെങ്കിലും അവൻ തകർന്നില്ലാതാവുമെന്ന് കൈഡോ കരുതും. പക്ഷെ അപ്പോഴും കൈഡോയ്ക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. അവൻ അങ്ങനെ വീണ്ടും ടെററായിട്ട് നിൽക്കുകയാണ്. ഇവിടെ കൈഡോയ്ക്ക് ഭയങ്കര അത്ഭുതം. ഇത്രയും പവറുള്ള ഒരാളെ ഇതിനു മുൻപ് കൈഡോ കണ്ടിട്ടില്ല. സത്യത്തിൽ എനിക്ക് നിന്നെപ്പോലെ ഒരാളെയാണ് ആവശ്യം. നമുക്കിടയിലെ ഫൈറ്റ് അവസാനിപ്പിച്ച് എന്നോടൊപ്പം ചേർന്നൂടെ ഓടൻ എന്ന് കൈഡോ അവനോട് ചോദിക്കും. പക്ഷെ ഓടന്റെ കലി അതങ്ങനെ ഇരട്ടിയാവുകയാണ്. ഓടനാണെങ്കിൽ അട്ടിച്ചു പറയും, ഈ ലാൻഡ് ഓഫ് വാനോ കിങ്ഡം അത് എൻ്റെ കിങ്ഡമാണ്. ഒരു കാരണവശാലും അത് ഞാൻ ആർക്കും വിട്ടുതരില്ല എന്ന് പറഞ്ഞ് അവന്റെ നേർക്ക് പായും. അതിന് കൈഡോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ ഫയർ പവർ ഉപയോഗിച്ച് ഓടനെ അറ്റാക്ക് ചെയ്യാണ്. ആ പവറിൽ നിന്നെല്ലാം ഓടൻ പുറത്തേക്ക് വന്ന് കൈഡോയുടെ തൊട്ടടുത്തെത്തുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പോൾ ഓടൻ്റെ പേര് വിളിച്ച് അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഓടനാണെങ്കിൽ ചാടി വന്ന് അവൻ്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടും. പോസ്റ്റ് മാർക്കിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റി കൈഡോ അങ്ങനെ താഴേക്ക് വീഴുകയാണ്. അവനാണെങ്കിൽ ഇപ്പം നോർമൽ ഹ്യൂമണായി മാറും. പക്ഷെ കൈഡോയുടെ കലി അതടങ്ങില്ല. കൈഡോയും ഓടനും അവർ രണ്ടുപേരും ഇപ്പൊ ഫുൾ പവറിൽ ഓടി അടുക്കുകയാണ്. അപ്പോഴായിരിക്കും ഓടൻ അവൻ്റെ മകൻ മൊമൻറ്റോസ്കിയുടെ വിളി. എൻ്റെ മകൻ മൊമൻറ്റോസ്കിയുടെ വിളി അത് കേൾക്കുക. അവൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും. ഒരു വില്ലനാണെങ്കിൽ മൊമൻറ്റോസ്കിയുടെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുകയാണ്. ഓടനാണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. ആ ഗ്യാപ്പിൽ കൈഡോ അവൻ്റെ മുതുകിൽ ആഞ്ഞൊരട്ടി ഡോര തുളുമ്പി ഓടൻ അങ്ങനെ താഴേക്ക് വീഴുകയാണ്. അപ്പോഴായിരിക്കും മൊമൻറ്റോസ്കി അവൻ ടെററായിട്ട് ചിരിച്ച് ആ ഒരു വില്ലത്തി ഗ്രാൻഡ്മയായി മാറുക. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ തലയ്ക്ക് കൈകൊടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. കാരണം വീണ്ടും അവർ ചതിയിലൂടെ ഓടനെ തോൽപ്പിച്ചു. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് കൈഡോയെ കാണിക്കും. അവനും ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അങ്ങനെ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കുകയാണ്.
ഓടൻ തോറ്റതറിഞ്ഞ് ഒരുപാട് വിഷമിച്ച് അവൻ്റെ അസിസ്റ്റൻസ് അങ്ങനെ നിൽക്കുകയാണ്. ആ ഗ്യാപ്പിൽ വില്ലന്മാര് ആ അസിസ്റ്റൻസിനെയും തല്ലി തോൽപ്പിച്ച് ഓടനെയും അവൻ്റെ അസിസ്റ്റൻസിനെ എല്ലാവരെയും ബന്ദികളാക്കും. മറ്റൊരു ഭാഗത്ത് ടൊക്കി പെണ്ണും മൊമൻറ്റോസ്കിയും ആ കുഞ്ഞിപ്പെണ്ണും. മൊമൻറ്റോസ്കിയും കുഞ്ഞിപ്പെണ്ണും ആണെങ്കിൽ ടൊക്കിയോട് പപ്പയെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനവള് പറയും, പപ്പ എത്രയും വേഗം ഇവിടേക്ക് തിരികെ എത്തും. വീടിൻ്റെ പുറത്താണെങ്കിൽ യാസുമ ഒരുപാട് പ്രതീക്ഷയോട് കൂടെ ഓടന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതേസമയം ഇവിടെ ഓടനെയും അസിസ്റ്റൻസിനെയും വില്ലന്മാരെല്ലാവരും ചേർന്ന് ഫ്ലവർ ക്യാപിറ്റലിലുള്ള സെല്ലിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഫ്ലവർ ക്യാപിറ്റലിലുള്ള ജനങ്ങളെല്ലാവരും ഓടൻ അവൻ സെല്ലിലായ കാര്യം അറിയും. അവർക്കാണെങ്കിൽ എന്താ നടന്നെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഓടൻ സെല്ലിലേക്ക് പോയതിൽ ദോഷിക്കുകയാണ്. സത്യത്തിൽ അവൻ ഒരു കണക്കിന് സെല്ലിലായത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് അപമാനമായിട്ട് അവൻ ഉച്ചയ്ക്ക് മുൻപിൽ ഡാൻസ് കളിക്കുന്നത് നമ്മൾ കാണേണ്ടി വന്നേനെന്ന് പറഞ്ഞ് അവരങ്ങനെ അവനെ പരിഹസിക്കും. അതേസമയം ആ സാമുറായി പെണ്ണ് അവളാണെങ്കിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ കടന്നു വരും. ഇതൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആ സാമുറായി പെണ്ണിനെ ലോക്ക് ചെയ്ത് ഓടനോട് ചോദിക്കും, ഇവളും നിങ്ങളുടെ ടീമിനുള്ളവളല്ലേ? അതിന് ഓടനാണെങ്കിൽ രക്ഷിക്കാനായി ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുക്കും. എനിക്ക് ഇവൾ ആരാണെന്നൊന്നും അറിയില്ല, ഇവള് നിങ്ങളുടെ ടീമിനുള്ളതാണോ? കേട്ടാ സോൾജിയർ ആണെങ്കിൽ അവള് അവരുടെ ടീമിലുള്ള ആളാണെന്ന് കരുതി അവളെ വിട്ടയക്കും. കട്ട് ചെയ്ത അവളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒരുപാട് വിഷമത്തിൽ നിൽക്കും. അപ്പോഴായിരിക്കും വലിയൊരു അനൗൺസ്മെന്റ്. ഷോഗണെതിരായിട്ട് ഫൈറ്റ് ചെയ്ത ഓടനടക്കമുള്ള 12 പേർക്ക് വലിയൊരു ശിക്ഷ കൊടുക്കാനായിട്ട് പോവാണ്. ഇന്നേക്ക് 3-ാം നാൾ എല്ലാവരുടെ മുൻപിൽ വെച്ച് അവരെ കൊല്ലും. ഓടനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. സത്യത്തിൽ കറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഓടന് കൈഡോയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. അത് കുള്ളത്തൊഴിലാക്കി മാറ്റി അവർ ഈസി ആയിട്ട് ഓടനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത 3 ദിവസത്തിന് ശേഷം എക്സിക്യൂഷൻ. അത് കാണാനായിട്ട് ജനങ്ങളെല്ലാവരും ആ സ്ഥലത്തങ്ങനെ തടിച്ചുകൂടും. സാധാരണ തൂക്കിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക ഇത്തരത്തിലുള്ള മാർഗത്തിന് പകരമായി അവരെ കൊല്ലുന്നത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് പൊരിച്ചെടുത്താണ്. അത് കാണാനായിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷ. ഈ പെണ്ണും അവളുടെ 2 കുഞ്ഞുങ്ങളും അവരിപ്പോഴും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവരോടിനു വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം കഴിഞ്ഞ് ടൊക്കിയും മൊമൻറ്റോസ്കിയും അവരും ആ ഒരു ന്യൂസ് അറിയാണ്. മൊമൻറ്റോസ്കി ആണെങ്കിൽ അവൻ്റെ ആഹാരത്തിന് മുൻപിലിരുന്ന് പൊട്ടിക്കരയും. ഇവിടെ എക്സിക്യൂഷന് വേണ്ടി അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവന്റെ മുൻപിൽ വലിയൊരു അണ്ടാവില് അങ്ങനെ ഓയിലാണെങ്കിൽ തിളച്ച് മറിയാണ്. ഒറാച്ചി ആണെങ്കിൽ ആകാംക്ഷയോട് കൂടെ കാത്തിരിക്കും. കാരണം ഓടൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വലിയൊരു തലവേദന അത് മാറും. കൈഡോയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അവനും പ്രതീക്ഷയോടുകൂടെ ഓടന്റെ മരണം കാണാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓടന്റെ മരണത്തിന് ശേഷം ബാക്കിയുള്ള ഓരോരുത്തരെയായിട്ട് അവരാ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് തള്ളിയിട്ട് കൊന്നുകളയും. ജനങ്ങളാണെങ്കിൽ അപ്പോഴും ഓടനെ കുറ്റപ്പെടുത്തുകയാണ്. സത്യത്തിൽ ഇവനൊരു കിങ് ആവാൻ യാതൊരു യോഗ്യതയില്ല. അവന് പ്രോപ്പറായിട്ട് പവറില്ല, നമ്മളെ രക്ഷിക്കാൻ കഴിവില്ല. അതേ കോമാളി കളിക്കാനും ഡാൻസ് കളിക്കാനും മാത്രമേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവനെ പരിഹസിക്കും. സാമുറായി പെണ്ണാണെങ്കിൽ അതെല്ലാം കേട്ട് പല്ല് കടിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഓടൻ അവൻ ആ തിളച്ച എണ്ണച്ചട്ടിയുടെ തൊട്ടടുത്തേക്ക് വരും. അതിനുശേഷം പതിയെ ടേൺ ചെയ്ത് കൈഡോയോട് പറയും, എനിക്ക് ഒരേ ഒരു ചാൻസ് കൂടെ നിങ്ങൾ തരണം. ഉച്ചയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവിടെയുള്ള സോൾജിയറിനോട് അവനെ എണ്ണയിലേക്ക് തള്ളിയിടാനായിട്ട് പറയും. ആ സോൾജിയർ ആണെങ്കിൽ അതിന് ശ്രമിക്കും. പക്ഷേ ഉണ്ടായിരുന്ന എണ്ണയിൽ തട്ടി അവന്റെ കാല് വഴുതി അവൻ ആ ഒരു വലിയ ചെമ്പിലേക്ക് വീഴുകയാണ്. എണ്ണയിലങ്ങനെ തിളച്ചു മറിഞ്ഞ് അവൻ ഒച്ചത്തിൽ നിലവിളിച്ച് കാറും. ഓടനാണെങ്കിൽ അവസാനമായിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങൾക്കൊരു ചാൻസ് നിങ്ങൾ തന്നേ പറ്റൂ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ എണ്ണച്ചട്ടിയിലേക്ക് ചാടാനായിട്ട് തയ്യാറാണ്. ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടൈം ലിമിറ്റ് വെക്കാം. ആ ഒരു ടൈം ലിമിറ്റ് അതിനുശേഷവും ഞങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറയും. അത് കേട്ട് കൈഡോയും ഒറോച്ചിയും അവർ 2 പേരും ഷോക്കാവും. ഓടന് നന്നായിട്ട് അറിയാം ഒറോച്ചിയും കൈഡോയും അവർ 2 പേരും വാക്ക് കൊടുത്താൽ അത് പാലിക്കാത്തവനാണെന്ന്. സോ അവരുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.